ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം വേഗം മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് അപ്പം തന്നെ കുളിക്കാൻ പോയിട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ രാവിലെ ചായേൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആവാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, കാരണം ഇന്നൊന്ന് പുറത്ത് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പൂവിടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മഴയായത് കാരണം ഇപ്പോൾ ശരിക്കും പൂവൊക്കെ വളരെ കുറവാണല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പൂ മാത്രം ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. പക്ഷേ അപ്പോഴത്തേനും മക്കൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കണ്ണനും പൊന്നും കൂടി എഴുന്നേറ്റു. പിന്നെ ആദ്യമേ പൊന്നു ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണ് ഇന്ന് പൂവിടുന്നതെന്ന്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരാൻ അവൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എല്ലാ ജോലിയും തീർക്കണമല്ലോ, അതുകൊണ്ട് തന്നെ വേഗം തന്നെ പൂവിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ണൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ കുറേ പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഏതാണ് പറിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക, അമ്മ ഏത് പൂവാണ് വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പൂവൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന്. അങ്ങനെ കുഞ്ഞേച്ചി വന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടും കൂടി ആയിട്ടോ പൂവിടുന്നത്. അപ്പോൾ ഭയങ്കര രസം തോന്നി കേട്ടോ എനിക്കതിങ്ങനെ കാണുമ്പോൾ. കാരണം രണ്ടുപേരും കൂടെ നല്ല എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂവിടുകയാണ്. അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടുപേരും കൂടെ കളിയായി. അപ്പോൾ ഉമ്മ തന്നാൽ മാത്രമേ ഞാൻ കളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പൊന്ന് തുടങ്ങിയത്. അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കൂട്ടി കൂട്ടി വരുന്നുണ്ട്. അവളാക്കിക്കോ ഉണ്ണിച്ചാടിത്തരാ, മോളാക്കിക്കോ ഉണ്ണിച്ചാടി തരൂ. ഇപ്പഴത്തെ അടുക്കുന്നുള്ളൂ. അപ്പോഴത്തെ പോയി കുടുങ്ങിയ വീട്. ഓ കാള അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മീൻ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി. കൂടെ തന്നെ കണ്ണനുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് പിന്നെ താഴെ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അതൊരു ഭാഗ്യമായി. സാധാരണ വണ്ടി കാണുമ്പം കുട്ടികൾ ഓടിക്കയറി പോകുമല്ലോ, അത് എന്തായാലും കണ്ണൻ്റെ കാര്യത്തിലില്ല കേട്ടോ. ഇത് നീ എടുത്തോ. എന്നാ ഇത് വാവ എടുത്തോ. മുള്ളം കടിക്കട്ടെ. അതാ ഇത് നീ എടുത്തോ. വെൽത്തിക്കോട്ടാ പറഞ്ഞ പോലെ. അങ്ങനെ ഒരു ഉച്ചയാവാറായപ്പോഴത്തേന് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സന്തോഷത്തിൻ്റെ കാര്യം. അപ്പോൾ കണ്ണന് പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അതിനേക്കാൾ സന്തോഷം കേട്ടോ. കാരണം കുറച്ച് നാളായി നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം. ഒരു അത്ഭുത വീട് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് കേട്ടുള്ളത്. ഇത് കൂത്തുപറമ്പാണ്. അപ്പോൾ കൂത്തുപറമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബ് കണ്ടിട്ടാണ് ഞാനിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ കണ്ണൻ്റെ ഒട്ടകേനെ കണ്ടു കേട്ടോ. അപ്പോൾ അവളെ ഒട്ടകയെന്നാണ് പറയുക, ഒട്ടകം എന്ന് പറയില്ല. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ ഒട്ടകത്തിനെ കണ്ടു. പിന്നെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇതാണ് അത്ഭുത വീട്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കൂത്തുപറമ്പ് കായലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു അത്ഭുത വീടുള്ളത്. അപ്പോൾ അതിൻ്റെ മുൻവശത്ത് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ കാർ പോർച്ചിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് തലയ്ക്ക് മുകളിലാണെന്ന് മാത്രം.
അങ്ങനെ പൊന്നു അതിൻ്റെ താഴത്ത് പോയി നിന്നിട്ട് അത് തലയിൽ വീണാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ പോന്നു കേട്ടോ. അങ്ങനെ വീടിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പാസ് എന്ന് പറയുന്നത് 100 രൂപയാണ് ചാർജ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കാണുന്ന അമരീഷ് പുരീനെയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം നമ്മളിങ്ങനെ ഏത് സൈഡിലോട്ട് തിരിഞ്ഞാലും നമ്മളെ നോക്കുന്ന പോലെയാണ് ആ ഒരു പിക്ചർ. പിന്നെ ഉള്ളത് ഒരു മദർ തെരേസേൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ അവിടെ താഴത്തുള്ള ആ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിണറാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ആഴമാണ് അതിന്. ശരിക്കും കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയൊന്നും ആഴമില്ല. ആകെ ഒരു 10 ഇഞ്ച് അങ്ങാണ്ടേ താഴ്ചയുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ചെറിയൊരു കിണറാണ് നമുക്ക് ഈ വലിയ കിണറായിട്ട് തോന്നുന്നത്. കണ്ണന് പക്ഷേ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്ക് എത്ര ആഴമുള്ളതാണെങ്കിലും വേണ്ടില്ല, ഞാൻ ഇതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കുന്നു പറഞ്ഞ പോലെ ആൾക്ക് ഒരു പേടിയും തോന്നിയില്ല. അതിൻ്റെ മുകളിൽ തന്നെ കിടന്ന് എന്നെ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തെ കാണിച്ചു തരികയാണ് കേട്ടോ. അവൾക്ക് അതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഒരു പസിൽ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ മൂവ് ചെയ്ത് കുറച്ച് ഇപ്പുറത്തോട്ട് മാറുമ്പോൾ ശരിക്കും മനസ്സിലാവും അതെന്താണെന്ന്. അങ്ങനെ ഒരു ഗാന്ധിജീൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിങ്ങനെ കരയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മാറി ഇപ്പുറത്തെ സൈഡിലോട്ട് എത്തുമ്പോഴത്തേന് ആ കരയുന്ന കുഞ്ഞ് മാറിയിട്ട് പിന്നെ ചിരിക്കുന്ന ഒരു നല്ല ക്യൂട്ടായ ഒരു കുഞ്ഞുവാവേനെ കാണാം. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ക്യൂബായിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഇതൊരു ട്രയാങ്കിളായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മിറർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കാല് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊന്നോ അതിൻ്റെ പറക്കുകയാണ്. പിന്നെ കാണാൻ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ആദ്യം കാണുമ്പോൾ കുറച്ച് കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ എന്താ പറയുക വേസ്റ്റ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ അതൊരു അടിപൊളി തത്തയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ എന്താ ഓരോരുത്തരുടെ ഓരോ കഴിവ് അടിപൊളി തന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് പൊന്നു ഇങ്ങനെ ആയൊരു ഭൂതത്തിൻ്റെ ഭക്ഷണമായി മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് വേറൊരു സംഭവം. ഇതിലെ പൊന്നു ചെറുതായിട്ടാണല്ലോ ആദ്യം കാണുന്നത്. പിന്നെ തൊട്ടിപ്പുറത്തോട്ടൊക്കെ മാറിയപ്പോൾ അവൾ വലിയതായി. അല്ലെങ്കിൽ കണ്ണൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ, അതേ ഹൈറ്റിൽ മാറിയതുപോലെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ ഒരു 3 പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നമ്മുടെ കണ്ണിങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ അടച്ച് പിടിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ ഒരു പിക്ചറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നല്ല അടിപൊളി സംഭവം തന്നെ. കണ്ണൻ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് കണ്ണനെ കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ തിരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന ഈ ഒരു പിക്ചറാട്ടോ. ആദ്യമൊന്നും കണ്ണനെ ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പൊന്നു അതുപോലെ ചെയ്തപ്പോൾ അവൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ശരിക്കും ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് അവൾ വീഴാൻ പോകുന്ന പോലെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ കണ്ണന് ആദ്യമൊന്നും പറഞ്ഞൊന്നും കേട്ടില്ല. പിന്നെ ഇപ്പോൾ ശരിക്കും കണ്ണനും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടാ. പിന്നെ ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ചെരിഞ്ഞ് നോക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും ഇതൊരു കാർഡ്ബോർഡ് വെറുതെ ഇങ്ങനെ വെച്ചാണ്. അതിൻ്റെ ഓരോ സൈഡിലോട്ട് നോക്കുമ്പോൾ ഉള്ള ഓരോ കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന പോലെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷം പിന്നെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കണ്ടോ ഈ വലിയൊരു ചക്കയും അതുപോലെ വലിയൊരു എട്ടുകാലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ 8 എന്ന് കേട്ടോ പറയുക. എല്ലാത്തിനും അവൾക്ക് കുറച്ച് മാത്രമേ പറയുള്ളൂ. ഒട്ടകത്തിന് ഒട്ടക എന്നേ പറയുള്ളൂ, അതുപോലെ എട്ടുകാലീനെ 8 എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ അതിൻ്റെ പൊക്കത്തു നിന്നൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഇങ്ങനെ ഊരുന്ന സംഭവം കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഊർന്ന് കുറച്ച് നേരം അങ്ങനെയും കളിച്ചു. പിന്നെ അവിടെയുള്ള കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ തട്ടു. ആ ആ പിടിക്കൊന്നും വേണ്ട അല്ലേ? അങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കണ്ണൻ ഊഞ്ഞാലൊക്കെ ആടി, കൊതി തീരെ ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.